നമസ്കാരം. ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ് പ്രാക്ടിക്കൽ വോളിയം 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ബ്രോഷർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് പഠിച്ചു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വന്തം ഐഡിയയിൽ നല്ലൊരു ബ്രോഷർ വളരെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ടാവും എന്നും കരുതുന്നു. ഇത്തവണ നമുക്ക് ചെയ്യാനുള്ളത് 2 ആക്ടിവിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ കടന്നു പോകുന്ന തിയറി ഭാഗവുമായി ബന്ധപ്പെട്ട്, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, അതുമായി ബന്ധപ്പെട്ട 2 ആക്ടിവിറ്റി ആണ് നമ്മൾ പ്രാക്ടിക്കൽ വോളിയം 5ൽ ചെയ്യുന്നത്. ആക്ടിവിറ്റി നമ്പർ 1, പ്രിപ്പയർ എ പവർ പോയിന്റ് പ്രസന്റേഷൻ ഷോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ 7 പ്രിൻസിപ്പിൾസും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് നിങ്ങളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് വളരെ ഭംഗിയാക്കി സ്ലൈഡുകൾ തയ്യാറാക്കുമ്പോൾ ഈ സ്ലൈഡിലെ കണ്ടന്റ് നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷനാണ് നിങ്ങൾ പഴയ ക്ലാസ്സുകളിൽ, ഇതോടൊപ്പം നടന്ന മറ്റു ക്ലാസ്സുകളിൽ എങ്ങനെയാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുക എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്ലൈഡിൽ എന്താണ് കണ്ടന്റ് ചെയ്യേണ്ടത് മാത്രം പറഞ്ഞ് പോവാം. സ്ലൈഡ് നമ്പർ 1 നിങ്ങൾ 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ 7 പ്രിൻസിപ്പിൾസ് വളരെ ഭംഗിയായി വിവിധ കളറുകളൊക്കെ ഉപയോഗിച്ച് ഓരോ പ്രിൻസിപ്പിൾസിലും എഴുതുക. 7 പ്രിൻസിപ്പിൾസും 7 പോയിന്റ് ആക്കി എഴുതി വെക്കുക. അതാണ് സ്ലൈഡ് നമ്പർ 1ൽ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ സ്ലൈഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് എഴുതാം. എന്നിട്ട് അതിൽ 2 പോയിന്റ് ടീച്ചർ എഴുതി ചേർത്തിട്ടുണ്ട്. ബാക്കി പോയിന്റ് നിങ്ങൾ നമ്മുടെ തിയറി ക്ലാസ്സിലെ വോളിയം 9, 10, 11 ഭാഗങ്ങളായിട്ടുണ്ട്. അതിൽ നോക്കി പോയിന്റ് കണ്ടുപിടിച്ച് കൂട്ടി ചേർക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അതായത് ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ സബ്ജക്റ്റ് മാറ്ററിൻ്റെ കാര്യത്തിൽ ഒരു പരസ്പര ധാരണ ഉണ്ടാവണം. അതായത് ഇൻഷേർഡിനാണ് സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇൻഷേർഡ് സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്ലൈഡ് നമ്പർ 3, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്ന ഹെഡിങ് എഴുതാം. 2 പോയിന്റ്, അത് നേരത്തെ ഉള്ളതുപോലത്തെ 2 പോയിന്റ് ഉണ്ട്. അത് നിങ്ങൾ എഴുതാം. ബാക്കി പോയിന്റുകൾ കൂടെ കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റ്, അത് ലൈഫ് ആവട്ടെ നോൺ ലൈഫ് ആവട്ടെ, അതിലൊരു സബ്ജക്റ്റ് മാറ്റർ ഉണ്ടാവും. ആ സബ്ജക്റ്റ് മാറ്ററിൽ ഇൻഷേർഡിനുള്ള താല്പര്യം, അതായത് സബ്ജക്റ്റ് മാറ്ററിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചും അതിൽ നിന്ന് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെ കുറിച്ചും ഒക്കെ ഇൻഷേർഡിന് ഉള്ള താല്പര്യത്തെക്കുറിച്ചാണ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്ന പ്രിൻസിപ്പിൾസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡ് നമ്പർ 4 ആണ്. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡംനിറ്റി എന്ന ഹെഡിങ് എഴുതാം. 2 പോയിന്റ് ടൈപ്പ് ചെയ്യാം. ഇൻഡംനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇൻഷുറൻസ് ഒരിക്കലും ഒരു പ്രോഫിറ്റ് മേക്കിംഗ് മോട്ടീവ് അല്ല. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ചെയ്യപ്പെടുന്ന ആൾക്കുള്ള നഷ്ടപരിഹാരം നികത്തി കൊടുക്കൽ മാത്രമാണ് ഇൻഷുറൻസിൻ്റെ ധർമ്മം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ നഷ്ടം എത്രയാണോ അത് കണക്കാക്കി നികത്തി കൊടുക്കുക മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി ചെയ്യുക. അതാണ് ഇൻഡംനിറ്റി എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്ലൈഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഒരു സബ്ജക്റ്റ് മാറ്റർ ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനികളിൽ ഇൻഷുർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഓരോ കമ്പനിയും ഇൻഷുർ ചെയ്തിട്ടുള്ള തുകയുടെ റേഷ്യോ കണക്കാക്കി കോമ്പൻസേഷൻ കൊടുക്കുകയാണ് പതിവ്. അതായത് മൊത്തം നഷ്ടം കണക്കാക്കി ഓരോ ഇൻഷുറൻസ് കമ്പനിയും അവരവരുടെ വീതം കൊടുക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് സബ്രോഗേഷൻ ആണ്.
സബ്റുഗേഷൻ അതായത് ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അധികമായിട്ട് ഇൻഷ്വേർഡിന് ഒന്നും കിട്ടാതിരിക്കാനുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഈ സബ്റുഗേഷൻ എന്ന് പറയുന്നത്. അതായത് നഷ്ടപ്പെട്ട സാധനത്തിൻ്റെ മേലുള്ള റൈറ്റ് കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നഷ്ടം സംഭവിച്ചതിനുള്ള നഷ്ടപരിഹാരം നികത്തി കഴിഞ്ഞാൽ പിന്നീട് ആ വസ്തുവിലുള്ള ഓണർഷിപ്പ് ഇൻഷൂറർക്ക് കൈമാറപ്പെടുന്നതായിരിക്കും. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സബ്റോഗേഷൻ എന്ന പോയിന്റ് പറയുന്നത്. 6 സ്ലൈഡ് തയ്യാറാക്കി കഴിഞ്ഞ് നമുക്ക് 7ാമത്തെ സ്ലൈഡിലേക്ക് പോവാം. 7ാമത്തെ സ്ലൈഡ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോക്സിമേറ്റ് കോസ് എന്നാണ്. അതായത് ഇൻഷൂററും ഇൻഷുർഡും തമ്മിലുള്ള ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഒരു നിശ്ചിത ഇവന്റ് സംഭവിച്ചാൽ കോമ്പൻസേറ്റ് ചെയ്യാം എന്നാണ് പറയുക. ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടം സംഭവിക്കാം. അങ്ങനെ നഷ്ടം സംഭവിക്കുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കാരണം, നഷ്ടം സംഭവിക്കാൻ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണം എന്താണോ ആ കാരണത്തിനാണ് നമ്മൾ പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നമ്പർ 8. അതിൽ നമുക്ക് ലാസ്റ്റ് പോയിന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ് അത് ടൈപ്പ് ചെയ്യാം. അതിൽ 2 പോയിന്റ് എഴുതാം. മിറ്റിഗേഷൻ മീൻസ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുമ്പോൾ അത് മിനിമൈസേഷൻ ഓഫ് ലോസ് അങ്ങനെ ഓർത്തു വെക്കാം. അതായത് ഒരു ഇൻഷൂർ ചെയ്യുന്ന ആള് നഷ്ടസാധ്യതയെ കുറയ്ക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും 8 സ്ലൈഡുകൾ നിങ്ങൾ വളരെ ഭംഗിയാക്കി നിങ്ങളതായ ഐഡിയയിൽ ചെയ്യുക. എത്രയും ഭംഗിയാക്കാൻ പറ്റും അത്രയും ഭംഗിയാക്കി ചെയ്യുക എന്നുള്ളതാണ് സ്ലൈഡിൻ്റെ പ്രത്യേകത. അത് ഏറ്റവും ഒരു ആകർഷണീയമാകുമ്പോൾ അത് കാണുന്നവർക്കും അത് കണ്ടിരിക്കാനുള്ളൊരു ഇഷ്ടം അതുണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ ആക്ടിവിറ്റി നമ്പർ 1 ചെയ്യാനുള്ളത്. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ സ്ലൈഡിൻ്റെ രൂപത്തിൽ തന്നെ എഴുതി വയ്ക്കുക, നല്ല ഭംഗിയായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ടീച്ചറെ കാണിക്കുക. ശേഷം അത് റെക്കോർഡിലേക്ക് പകർത്തി എഴുതാം. സ്കൂൾ തുറന്നിട്ട് നമുക്ക് ലാബ് സൗകര്യം ഉണ്ടാവുന്ന മുറയ്ക്ക് അത് കമ്പ്യൂട്ടർ ലാബിൽ വെച്ചിട്ട് നമുക്കതിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷനും തയ്യാറാക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 2 കാൽക്കുലേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ആണ്. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ എയിം എന്ന് പറയുന്നത് to prove contribution is the principle of sharing loss between co-insurers എന്നുള്ളതാണ്. Question number 1. Karthika insured her shop against fire for ₹8 lakh each with ABC Insurance Company and XYZ Insurance Company. A fire occurred in her premises and a stock of ₹4 lakh was destroyed. She claimed the loss from both the companies. കാർത്തിക അവളുടെ ഷോപ്പ് 8 ലക്ഷം രൂപ വെച്ചിട്ട് ABC ഇൻഷുറൻസ് കമ്പനിയിലും XYZ ഇൻഷുറൻസ് കമ്പനിയിലും ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 8 ലക്ഷം രൂപയ്ക്ക് ABCയിലും ചെയ്തിട്ടുണ്ട്. 8 ലക്ഷം രൂപയ്ക്ക് തന്നെ XYZ ഇൻഷുറൻസ് കമ്പനിയിലും ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഷോപ്പിൽ ഒരു ഫയർ ഒക്കർ ചെയ്തു. ആ സമയത്ത് ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് അവർക്ക് നഷ്ടം സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ അവർ 2 ഇൻഷുറൻസ് കമ്പനിയോടും ക്ലെയിം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ, വിൽ ഷീ ഗെറ്റ് കോമ്പൻസേഷൻ ഓഫ് 4 lakh ഫ്രം ബോത്ത് ദ കമ്പനീസ്? 2 കമ്പനിയിൽ നിന്നും അവർക്ക് 4 ലക്ഷം രൂപ വീതം കോമ്പൻസേഷൻ ലഭിക്കുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ഇൻ ദിസ് സിറ്റുവേഷൻ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ ഏത് പ്രിൻസിപ്പിൾസാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് പറയണം. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകൂടി ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. കാർത്തിക ഇൻഷുർഡ് വിത്ത് ABC ലിമിറ്റഡ് for ₹8 lakh. Karthika insured with XYZ Company Limited for ₹8 lakh. റേഷ്യോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ എപ്പോഴും എന്താണ് റേഷ്യോ പ്രകാരമാണ് കോമ്പൻസേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം.
റേഷ്യോ ഓഫ് സം ഇൻഷേർഡ് ഇസ് ഈക്വൽ ടു 8 lakh ഈസ്റ്റ് 8 lakh. 8 ലക്ഷമാണ് രണ്ട് കമ്പനി. അപ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 8:8, ദാറ്റ് ഈസ് 1:1 അതാണ്. അപ്പോൾ ഈക്വൽ ആയിട്ടാണ് അവർ ഷെയർ ചെയ്യുക. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എസ്റ്റിമേറ്റഡ് ലോസ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. നഷ്ടം കണക്കാക്കിയ 4 ലക്ഷം രൂപയുടെ നഷ്ടമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓരോ കമ്പനിയുടെയും ഷെയർ എത്ര വരും എന്ന് നോക്കാം. ഷെയർ ഓഫ് ABC കമ്പനി. ABC കമ്പനി കൊടുക്കേണ്ടത് 4 ലക്ഷം രൂപയുടെ 1/2 ഭാഗം. 2 ലക്ഷം രൂപ ABC കമ്പനി ഷെയർ ചെയ്യണം. ഷെയർ ഓഫ് XYZും അതുപോലെ തന്നെ 4 ലക്ഷം രൂപയുടെ 1/2 ഭാഗം, 2 ലക്ഷം രൂപ. അപ്പോൾ ഈക്വൽ ആയിട്ട് 2 ലക്ഷം രൂപ ABC കമ്പനിയും കൊടുക്കും, 2 ലക്ഷം രൂപ XYZ കമ്പനിയും കൊടുക്കും. അതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നഷ്ടത്തിലേക്ക് ഉള്ള കോൺട്രിബ്യൂഷനാണ് ഇത്. 4 ലക്ഷം രൂപയുടെ കോൺട്രിബ്യൂഷൻ 2 ലക്ഷം വീതം ഓരോ കമ്പനികളും കോമ്പൻസേറ്റ് ചെയ്യും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ആൻസറാണ് എഴുതിയത്. നോ, ഷീ ഗെറ്റ് ഓൺലി 4 lakh ആസ് കോമ്പൻസേഷൻ ഫ്രം ബോത്ത് കമ്പനീസ്. അവർക്കെന്താ രണ്ട് കമ്പനിയിൽ നിന്നും കൂടെ ആകെ 4 ലക്ഷം രൂപയുടെ കോമ്പൻസേഷനെ കിട്ടുകയുള്ളൂ. ഓരോ കമ്പനിയും അവർക്ക് 4 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കുന്നതല്ല എന്നുള്ളതാണ് ആൻസർ. വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് if one property insured with 2 or more companies, the compensation to be shared by all the companies in the ratio of their own sum insured. അതാണ് നമ്മൾ കോൺട്രിബ്യൂഷനിൽ പഠിച്ച കാര്യം. ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇൻഷുറൻസിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു കോമ്പൻസേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഫോർമുല ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. Their share can also be found out by using the formula, അതായത് sum insured by the insurer divided by total sum insured into actual loss. അതായത് ഓരോ കമ്പനിയും എത്ര രൂപയ്ക്കാണോ ഇൻഷുർ ചെയ്തത് അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ സം ഇൻഷുർഡ്. ആ വ്യക്തി ഏതൊക്കെ കമ്പനികളിൽ എത്ര രൂപയ്ക്കാണോ മൊത്തം ഇൻഷുർ ചെയ്തത് അതിന് ആക്ച്വൽ ലോസ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് 8 lakh. ABC കമ്പനിയുടേതാണെങ്കിൽ 8 lakh ആണ് അവരുടെ കമ്പനിയിൽ ചെയ്ത പോളിസിയുടെ തുക, ഡിവൈഡഡ് ബൈ 16 ലക്ഷം രൂപയ്ക്കാണ് ആ വ്യക്തി കാർത്തിക ഇൻഷുർ ചെയ്തത് അവരുടെ ഷോപ്പ്, ഇൻറ്റു ആക്ച്വൽ ലോസ്. ആക്ച്വൽ ലോസ് നമുക്കറിയാം 4 ലക്ഷം രൂപയാണ് കണക്കാക്കിയത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം 1/2 ഇൻറ്റു 4 lakh, ദാറ്റ് ഈസ് 2 lakh. നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഈ ഒരു കോൺട്രിബ്യൂഷൻ്റെ കണക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. വളരെ എളുപ്പമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മളുടെ തിയറി വോളിയം 10 സാറ് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസും കൂടെ എടുത്ത് ചെയ്ത് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ ചെയ്ത് വെക്കണം.